പുന്നമടയിലേക്കാണ്, ആലപ്പുഴ ജില്ലയിലേക്കാണ്. അവിടെ ആവേശകരമായിട്ടുള്ള മത്സരം നടക്കുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം. എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ആരാണ് ജലരാജാവ് എന്നറിയാൻ വിശദാംശങ്ങളുമായി എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നുണ്ട് പുന്നമടയിൽ നിന്നും. എൽദോ, ജലരാജാക്കന്മാരായിട്ടുള്ള പള്ളാത്തുരുത്തിന് കഴിഞ്ഞ തവണ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നഷ്ടമായത്. ഇത്തവണ വലിയൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാമോ? നവമി, ഇതാ ഓരോ ബോട്ടുകൾ ഓരോ ചുണ്ടൻ വള്ളങ്ങൾ ട്രാക്ക് എൻട്രി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ട്രാക്ക് എൻട്രിയുടെ ആവേശമാണ് ഈ കാണുന്നത്. അപ്പോൾ ഹീറ്റ് മത്സരവും ഫൈനലൊക്കെ എത്തുമ്പോൾ എന്താകുമെന്നുള്ളതാണ് പ്രധാനമായിട്ട് കേട്ടോ. ഇവരൊക്കെ കേട്ടോ, ചേച്ചി ക്യാമറ കാണിച്ചോ, പറഞ്ഞു ആര് ഹയ്യടാ, എവിടെ പോയടാ? ഇപ്പൊ എല്ലാം വരത്തില്ലേ, ഞങ്ങളെല്ലാം വരും, PVC വരും. ഇത് എവിടെന്നാ ഈ ചുണ്ടവെള്ളം വരുന്നത്? പൂനെന്ന് വന്നതാ ഞങ്ങള്. ഞങ്ങളെല്ലാരും ഫുൾ ഫാമിലി ഉണ്ട്. ഞങ്ങള് പൂനെന്ന്. ആരൊക്കെ ഫാമിലി കാണിച്ചു? ഞങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ എന്റെ ഹസ്ബൻഡ് എല്ലാരും ഞങ്ങൾ പൂനെന്നാ വന്നിരിക്കുന്നത്. പൂനെന്ന് വള്ളംകളി കാണാൻ മാത്രം അല്ലാതെ സെന്റ് ബൈസിന്റെ നമ്മുടെ PSG ഇതൊക്കെ കാണുന്നത് ബാക്ക് ഫ്രണ്ട് വെക്ക്. സെന്റ് ബൈസ് ബോൾ ക്ലബിന്റെ ജേഴ്സി ഒക്കെ അണിഞ്ഞെത്തിയ ഒരുപാട് ആരാധകരുണ്ട് അല്ലേ? അപ്പൊ ഓരോ പടങ്ങൾക്ക് ഓരോ ഏതാ ഫാൻ, ഏത് വെള്ളത്തിന്റെ ആളാ? സെന്റ് പൈസിന്റെ ആളാണ് ഞങ്ങള്. ഇവിടെ ആരാ? ഞാനോ? ഞങ്ങളെല്ലാരും ഓരോ ജയിക്കുന്ന വള്ളത്തിന്റെ ആളാവുമ്പോ ജയിക്കുന്ന വള്ളത്തിന്റെ ആളായിരിക്കുമല്ലോ ഞാൻ. ഉറപ്പായിട്ടും. പേരെന്താ? വിദ്യ. സൂപ്പർ. ഏത് ടീം ജയിക്കും? സെന്റ് ബൈസ് തന്നെ കപ്പ് തൂക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. സെന്റ് ബൈസ് അത്ര സ്നേഹം പലർക്കും പല അഭിപ്രായങ്ങളല്ലേ, അതേപോലെ തന്നെ. അല്ല, സെന്റ് ബൈസ് ഇഷ്ടപ്പെടാൻ കാരണം എന്താ? അത് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടായി. അങ്ങനെ പറ, ഫ്രണ്ടിന്റെ വള്ളമാണ്, എന്നിട്ട് പറയാണ് സെന്റ് ബൈസ് മാത്രം ജയിക്കുമെന്ന്. സെന്റ് ബൈസ് മാത്രമല്ല, എല്ലാരും ജയിക്കട്ടെ എന്ന് തന്നെ. ഒരാൾക്കല്ലേ ജയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, മനസ്സിലെല്ലാരും ജയിച്ചിരിക്കുന്നു. എല്ലാ വെള്ളവും ജയിച്ചിരിക്കുന്നു. ഞങ്ങള് സെക്കൻഡ് സപ്പോർട്ട് ചെയ്യുന്ന നിരണത്തിന്, നിരണം ബോട്ട് ക്ലബ്. അപ്പൊ മൂന്നാമതാരാ? അരോമ ടീമിന് ഒരുപാട് സപ്പോർട്ടേഴ്സ് കണ്ടിട്ടോ. വലിയ കയ്യടിയായിരുന്നു ഈ ട്രാക്ക് ആൻഡ്രി ഒക്കെ നടത്തുമ്പോ. അതെ, ചേട്ടാ ഇങ്ങോട്ട് ചോദിക്കട്ടെ. UBC കൈനവീട് ആരാധകരാണ്. UBC എങ്ങനെ ജയിക്കും? UBC ഫാൻസ് ക്ലബ്ബ് ഏറ്റവും കൂടുതൽ കപ്പടിച്ചിരിക്കുന്ന ക്ലബ്ബാണെങ്കിൽ ഇത്തവണയും അടിച്ചിരിക്കും. 2014 ആവർത്തിക്കും. വില്ലേജ് ബോട്ട് ക്ലബ്ബ് എങ്ങനെ ഉണ്ടാകും ഇത്തവണ? തലവടി അടിക്കും. ആരോമ ചുണ്ടനല്ല അവർ കളിക്കുന്നത്. തലവടി ഇത്തവണ കളിക്കുന്നത് ഒരു പുതിയ ടീമിനെ സെറ്റാക്കിയല്ലോ. അത് ചെറിയ ചുണ്ടനാണ്, തലവടി ചുണ്ടൻ ചെറുതാണ്. അതിന് പകരമായിട്ട് വിയപുരത്തെ തന്നെ കൈനകരിയിൽ കപ്പ് വരും. വിയപുരത്തെ നിങ്ങൾ അടിച്ചു മാറ്റിയെന്ന ആരോപണമുണ്ട്. ഏത് ആരോപണം? ഒരിക്കലുമില്ല. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് UBC ഫൈനലിൽ വന്ന് കപ്പ് UBC കൈനേരി. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഫൈനലിൽ UBC കൈനേരി വന്നു കഴിഞ്ഞാൽ ആ വിയപുരത്തെ തട്ടിയെടുത്താണ് UBC. ഒരിക്കലുമില്ല. അതൊക്കെ കിട്ടും. ചേട്ടൻ എവിടുന്നാ? ഞങ്ങൾ ഈ വർഷം പുതിയതായിട്ട് നാട്ടാം ബോട്ട് ക്ലബ്ബ് ചെറുതന ചുണ്ടൻ ഞങ്ങൾ ഈ പ്രാവശ്യം കപ്പടിക്കും 100%. ആണോ? അപ്പൊ ഈ പറയുന്ന ഈ ആലപ്പുഴക്കാരെയൊക്കെ വെട്ടിട്ട് കോട്ടയത്തേക്ക് കപ്പ് കൊണ്ടു. 100%. 100ൽ 110%. ഭയങ്കര തുഴച്ചിലായിരുന്നു ഈ പ്രാവശ്യം. 5 മിനിറ്റ് കൊണ്ടൊക്കെ അവിടെ കസറുമായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ കപ്പടിക്കും. എന്തായാലും ഈ UBCയുടെ VBCയുടെ സെന്റ് ബൈസിന്റെ എന്തോ പറയാനുണ്ട്. പറ. വിവാദമൊക്കെ മാറ്റി വെച്ചിട്ട് അതില്ലല്ലോ അന്തമില്ലല്ലോ ഉലക്കാലം പോരായുധത്തിൽ, അതില്ലല്ലോ അന്തമില്ലല്ലോ ഉലക്കാലം പോരായുധത്തിൽ, അറിയറിയും അറിയറിയും അറിയറിയറിയറിയ തന്നാനേ താനേ തന തന്നാനം താനേ തന്നാനേ താനേ തന തന്നാനം താനാ അതിലേ താനാ തന തന്നാനം താനാ തന്നാനേ താനാ തന തന്നാനം താനാ.
പോലെയാണ് ഓരോ മൂലയിലും. ഈ വേദിയുടെ ഈ പവലിയന്റെ ഓരോ മൂലയിലും ഇതുപോലുള്ള ഒരുപാട് ആരാധകരെ കാണാൻ പറ്റും. അവരുടെ ആവേശം തന്നെയാണ് നമ്മൾക്ക് ഈ ചുണ്ടൻ വള്ളം മത്സരങ്ങളുടെ പോരാട്ടങ്ങൾക്ക് മുമ്പ്, ഹീറ്റ്സിന് മുമ്പ് ഇപ്പോൾ അവർ ട്രാക്ക് ആൻഡ് റേസ് കഴിഞ്ഞ് ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുകയാണ്. അതിനു മുമ്പ് തന്നെ അവരുടെ ഒരു സാന്നിധ്യം കൊണ്ട് തന്നെ അവർ ആവേശഭരിതരാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആരാധകർ കണ്ടോ കാണുക, വീണ്ടും അവർ ആഘോഷം കൊള്ളുകയാണ്. ആഘോഷം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ഒരിക്കലും നിൽക്കില്ല. പോട്ടെ പോട്ടെ വള്ളംകാളി വള്ളംകാളി വള്ളംകാളിയേ വള്ളംതുള്ളിയേ വള്ളംകാളി വള്ളംകാളിയേ ബാംഗ്ലൂരിലുള്ള എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഡെഡിക്കേഷൻ പോയി. പൂനെയിലാർക്കും ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാ പൂനെക്കാർക്കും ഡെഡിക്കേഷൻ ആണ്. എല്ലാ മഹാരാഷ്ട്രക്കും ഡെഡിക്കേഷൻ. हिंदी में बोलो यार, क्या बोलना है हिंदी में बताओ. वल्लंगली के डेडिकेशन के बारे में सारे हिंदू सारे पुणेकर को ले जाओ, सारे पुणेकर को मिलने दो. सबकी तरह से मैं बात कर रही हूँ. ഈ ഹിന്ദിയിലുള്ള ആൾക്കാർക്ക് വള്ളംകളിക്ക് അറിയോ? പിന്നെ നമ്മുടെ നാട് എന്തുവാന്നാ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് നോക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.